നമുക്ക് ഈ പൂക്കൾ ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്. ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. 4 പൂക്കൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ സ്കെച്ച് പേനകളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇതളിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. 4 എണ്ണത്തിലും ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ഒരു ഇതൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ പൂവിൻ്റെയും ഇതൾ കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മളിവിടെ കെട്ടുകമ്പിയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഒരറ്റം ഇതുപോലെ വളച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയൊരു റൗണ്ട് പീസാണ് വേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് കമ്പിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. 4 പൂക്കൾ ഒട്ടിച്ചെടുക്കാനുള്ളത് നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പൂക്കളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ പൂക്കളിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് പൂക്കളുടെ നടുക്കായിട്ട് വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.